നയന ഓഫീസിലേക്ക് പോവാൻ വേണ്ടിയിട്ട് ഇറങ്ങുകയാണ്. ആ സമയത്ത് ദേവയാനി നയനയ്ക്ക് ഇഷ്ടപ്പെട്ട എല്ലാ ഭക്ഷണവും ഉണ്ടാക്കിയിട്ട് പാത്രത്തിലാക്കിയിട്ട് ഓഫീസിലോട്ട് കൊടുത്തയക്കുകയാണ്. കൊടുത്തയക്കുന്ന സമയത്ത് പറയുന്നുണ്ട്, മോളെ നിനക്ക് ഇഷ്ടമുള്ള ഭക്ഷണമാണ്, അതുകൊണ്ട് മുഴുവൻ കഴിക്കണം, ഇത് കളയരുത് കേട്ടോ മോളെ എന്നൊക്കെ പറഞ്ഞിട്ട് ദേവയാനി നയനയെ യാത്രയാക്കുകയാണ്. ഇതൊക്കെ കണ്ടുകൊണ്ടാണ് നമ്മുടെ അനാമിക അവിടെ നിൽക്കുന്നത്. അങ്ങനെ നയന പോയതിന് ശേഷം ദേവയാനിയുടെ അടുത്ത് വന്നിട്ട് അനാമിക ചോദിക്കുന്നുണ്ട്, വല്യമ്മ എന്തിനാ അവളെ ഇങ്ങനെ തേനൂട്ടി പാലൂട്ടി കൊണ്ട് നടക്കുന്നത്? അതിന് മാത്രം അവൾ എന്താ വല്യമ്മയ്ക്ക് വേണ്ടിയിട്ട് ചെയ്ത് തന്നിട്ടുള്ളത്? എന്നും അവൾക്ക് വേണ്ടിയിട്ടുള്ള ഇഷ്ടപ്പെട്ടിട്ടുള്ള ആഹാരമാണല്ലോ ഉണ്ടാക്കി കൊടുക്കുന്നത്, എന്തിനാ അതൊക്കെ ചെയ്ത് കൊടുക്കുന്നത് എന്നൊക്കെ ചോദിക്കുകയാണ് അനാമിക. അപ്പോൾ ഇത് കേട്ടിട്ട് ദേവയാനി പറയുന്നുണ്ട്, അവൾ ചെയ്ത കാര്യങ്ങളൊന്നും നീ എന്നെ കൊണ്ട് പറയിപ്പിക്കേണ്ട, അതൊക്കെ നീ വൈകാതെ അറിഞ്ഞോളും, അപ്പം നീ ഇങ്ങനെയൊന്നും സംസാരിക്കില്ല അനാമികെ എന്ന് മറുപടി കൊടുക്കുകയാണ് ദേവയാനി. ആ സമയത്ത് ദേവയാനിയോട് അനാമിക പറയുന്നുണ്ട്, അവളേതായാലും ഓഫീസിൽ പോവുകയാണല്ലോ, അതുപോലെ എനിക്കും പോകണം. ഞാനിവിടെ ഒരു ജോലിയും ഇല്ലാതെ ശമ്പളമൊന്നും വാങ്ങിക്കാതെ ഇരിക്കുന്നത് കൊണ്ടാണല്ലോ ആർക്കും എന്നെ ഒരു വിലയും ഇല്ലാത്തത്, ആരും എന്നെ സ്നേഹിക്കാത്തത്. ഞാനും അതുപോലെ ഓഫീസിൽ പോയി ശമ്പളമൊക്കെ ആയിട്ട് അങ്ങനെ കഴിഞ്ഞോളാം, അതുകൊണ്ട് എനിക്കും ഒരു ജോലി വേണം നമ്മുടെ ഓഫീസിൽ, അത് വല്യമ്മ ശരിയാക്കി തരണം എന്നൊക്കെ പറയുകയാണ് അനാമിക. അപ്പോൾ ഇത് കേട്ടിട്ട് ദേവയാനി പറയുന്നുണ്ട്, നയനയെ വെറുതെ ഓഫീസിലേക്ക് പറഞ്ഞയച്ചതല്ല, അവൾ വരയ്ക്കുന്ന ഡിസൈനൊക്കെ നീ കണ്ടിട്ടുള്ളതല്ലേ, അവൾക്ക് അതിൽ നല്ല കഴിവുണ്ട്, അവൾ നല്ല ഡിസൈനാണ് വരയ്ക്കുന്നത്, അവൾ വരച്ച ഡിസൈൻസ് ഉള്ള ജ്വല്ലറീസാണ് ഇപ്പോൾ സെയിലാകുന്നത്, കോടികളുടെ ബിസിനസ്സാണ് അവിടെ നടക്കുന്നത്, അതുകൊണ്ടാണ് അവളെ മെയിൻ ഡിസൈനറായിട്ട് നിയമിച്ചത്. അതുപോലെ നിനക്കെന്തെങ്കിലും കഴിവുകളുണ്ടെങ്കിൽ നീ തെളിയിക്കണം, എന്ത് കഴിവാണ് നിനക്കുള്ളത് അത് നീ തെളിയിച്ചേ പറ്റൂ, എന്നാൽ പിന്നെ അവളെക്കാളും മുകളിലുള്ള ഒരു ചാർജ് നിനക്ക് തരും, അത് എൻ്റെ വാക്കാണ് എന്നൊക്കെ പറയുന്നുണ്ട് ദേവയാനി. അങ്ങനെ ദേവയാനി അവിടെ നിന്ന് പോവുകയാണ്. ആ സമയത്ത് അനാമിക തൻ്റെ അമ്മയെ വിളിച്ചിട്ട് കാര്യമൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് രേവതി ചോദിക്കുന്നുണ്ട്, അല്ല ഇപ്പോൾ എന്തായി കാര്യങ്ങൾ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത്, അത് പിന്നെ ഞാൻ വല്യമ്മയോട് സംസാരിച്ച സമയത്ത് വല്യമ്മ എന്നോട് നയനേക്കാളും ഉഷാറായിട്ടൊരു ചിത്രം വരയ്ക്കാനും ഡിസൈൻ വരയ്ക്കാനുമാണ് പറഞ്ഞത്, എന്നാൽ ഓഫീസിൽ നിയമിക്കാമെന്നാണ് പറഞ്ഞത് എന്നൊക്കെ പറയുന്നുണ്ട് അനാമിക. അപ്പോൾ ഇത് കേട്ടിട്ട് രേവതി പറയുന്നുണ്ട്, നീ എങ്ങനെയെങ്കിലും തട്ടിക്കൂട്ടി ഒരു ചിത്രമൊക്കെ വരയ്ക്കി, അതും നിൻ്റെ വല്യമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട ചിത്രം തന്നെ വരയ്ക്കി, എന്നാൽ പിന്നെ അവിടെ നിന്നെ നിയമിച്ചോളും, നിയമിച്ചു കഴിഞ്ഞാൽ ഒരു 1.5 ലക്ഷം രൂപ ശമ്പളം കിട്ടിക്കഴിഞ്ഞാൽ നിൻ്റെ അച്ഛൻ്റെ കടങ്ങളൊക്കെ നമുക്ക് തീർക്കാൻ പറ്റും, അതുകൊണ്ട് നീ എങ്ങനെയെങ്കിലും അത് ശ്രമിക്കും മോളെ എന്നൊക്കെ പറഞ്ഞിട്ട് രേവതി ഫോണ് കട്ട് ചെയ്യുകയാണ്. അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം അനാമിക ഒരു പേപ്പറും പെന്നൊക്കെ എടുത്തിട്ട് ഡിസൈൻ വരയ്ക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ്. അങ്ങനെ വരച്ച് നോക്കുന്ന സമയത്ത് അനാമിക അങ്ങനെ ചിന്തിക്കുകയാണ്, ഈ ഡിസൈൻ വരയ്ക്കാൻ ഇത്രയ്ക്കും പാടായിരുന്നോ, അവൾ വരയ്ക്കുന്നത് പോലുള്ളൊരു ഡിസൈൻ എനിക്ക് വരയ്ക്കാൻ പറ്റുന്നില്ലല്ലോ, ഇതിന് ഇത്രയുമൊക്കെ ബുദ്ധിമുട്ടുണ്ടായിരുന്നോ, ഏതായാലും അവളെ സമ്മതിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഡിസൈൻ വരയ്ക്കുന്നത് നിർത്തുകയാണ്. എന്നിട്ട് അവളിപ്പോൾ ഏതായാലും ഓഫീസിൽ പോയതല്ലേ, അവൾ വരച്ച ഡിസൈൻ ഏതായാലും മുറിയിലുണ്ടാകും, അതിൽ 1-2 അടിച്ചു മാറ്റിയിട്ട് ഞാൻ വരച്ചതാണ് എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കാമെന്നൊക്കെ തീരുമാനിക്കുകയാണ് അനാമിക. അങ്ങനെ അത് ദേവയാനിക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. ആ സമയത്ത് അനാമിക ചിന്തിക്കുന്നുണ്ട്, എന്നെ ഓഫീസിൽ നിയമിച്ചു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഡിസൈൻ വരയ്ക്കാൻ അറിയുന്നില്ലെങ്കിലും അതിനൊരാളെ നിയമിച്ചാൽ മതിയല്ലോ, അപ്പോൾ പിന്നെ അതനുസരിച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്യാം, തൽക്കാലം ജോലി കിട്ടുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം, അതിനുവേണ്ടി ഇത് കാണിച്ചു കൊടുത്തേ പറ്റൂ എന്നൊക്കെ പറഞ്ഞിട്ട് മുറിയിൽ നിന്നും നയന വരച്ചിട്ടുള്ള ആ ഒരു ഡിസൈനൊക്കെ അടിച്ചു മാറ്റിയിട്ട് ദേവയാനിയുടെ അടുത്തോട്ട് പോവുകയാണ്. ആ സമയത്താണ് നവ്യ അനാമികയുടെ മുന്നിലോട്ട് വരുന്നത്. എന്നിട്ട് നവ്യ പറയുന്നുണ്ട്, നീ ചെയ്തതൊക്കെ ഞാൻ കണ്ടടി, നിന്റെ ഉടായ്പ് പരിപാടിയൊന്നും ഇവിടെ നടക്കില്ല, നീ എന്തിനാണ് നയന വരച്ച ഡിസൈൻ എടുക്കാൻ വേണ്ടിയിട്ട് പോയത്, ഇത് നിനക്കെന്തിനാ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്നിട്ട് അവളുടെ കയ്യിലുള്ള ആ ഒരു ഡിസൈൻ വാങ്ങിക്കുകയാണ്. ഇത് ആദർശേട്ടൻ്റെ ഓഫീസിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി വരച്ച് വെച്ചിട്ട ഡിസൈൻ അല്ലേ, ഇത് നീ എന്തിനാ നശിപ്പിക്കാനാണോ എടുത്തത് എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത്, ഞാൻ നശിപ്പിക്കാനൊന്നും എടുത്തതല്ല, എനിക്കൊന്ന് കാണണം തോന്നി ഡിസൈൻ വരച്ചത്, അത് കാണാൻ വേണ്ടിയിട്ട് നോക്കിയതാ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് നവ്യ പറയുന്നുണ്ട്, അല്ലാതെ നീ വരച്ച ഡിസൈനാന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കാനൊന്നും അല്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ ആക്കിക്കൊണ്ട് ചോദിക്കുകയാണ്. അപ്പോൾ അനാമിക പറയുന്നുണ്ട്, എനിക്കതിൻ്റെ ആവശ്യമൊന്നുമില്ല, എനിക്ക് തന്നെ അത്യാവശ്യം വരയ്ക്കാൻ അറിയാം, അതുകൊണ്ട് അവൾ വരച്ചതൊന്നും എനിക്ക് ആവശ്യമില്ല, പിന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണാലോ എന്ന് പറഞ്ഞിട്ട് എടുത്തതാ എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ഇത് കേട്ട് നവ്യ പറയുന്നുണ്ട്, എന്നാൽ പിന്നെ അവിടെ തന്നെ തിരിച്ച് കൊണ്ടുവയ്ക്കാൻ നോക്ക്, ഇത് കയ്യിൽ വെച്ച് നിൽക്കണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് നവ്യ. അങ്ങനെ പിന്നെ അനാമിക അത് അവിടെ കൊണ്ടുവയ്ക്കുകയാണ്. പിന്നീട് അനാമിക തിരിച്ച് വന്നിട്ട് ഒരു പേപ്പറും പെന്നൊക്കെ എടുത്തിട്ട് ഡിസൈനൊക്കെ വരച്ച് നോക്കുകയാണ്. ആ സമയത്താണ് ദേവയാനി അനാമികയുടെ അടുത്തോട്ട് വരുന്നത്. എന്നിട്ട് ദേവയാനി ചോദിക്കുന്നുണ്ട്, എന്തായി മോളെ കാര്യങ്ങൾ, നീ എന്താ ഡിസൈൻ വരയ്ക്കാൻ തന്നെ തീരുമാനിച്ചോ, എന്തായി വരച്ച് കഴിഞ്ഞോ എന്നൊക്കെ ദേവയാനി ചോദിക്കുകയാണ്.
അങ്ങനെ ദേവയാനി അനാമിക വരച്ച ഡിസൈൻ വാങ്ങിച്ച് നോക്കുകയാണ്. ആ സമയത്ത് ദേവയാനി പറയുന്നുണ്ട്, എന്താ അനാമിക ഈ വരച്ച് വെച്ചത്? ഇത് കൊച്ചുകുട്ടികൾ പോലും വരയ്ക്കാൻ ഇതിനേക്കാളും നന്നായിട്ട് വരയ്ക്കുമല്ലോ. ഇതെന്താ ഒരു ചങ്ങലയും ഒരു ലോക്കറ്റും പോലെ, ഇതെന്താ സാധനം എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ദേവയാനി. എന്നിട്ട് ഇതൊക്കെ ഒരു ഡിസൈനാണോ? നയന വരച്ച ഡിസൈനിൻ്റെ 7 അയലത്ത് പോലും ഇത് എത്തില്ല. ഡിസൈൻ എന്നേ പറയാനേ പറ്റില്ല, കൊച്ചുകുട്ടികൾ വരയ്ക്കുന്നത് പോലെ ഉണ്ട്. ഏതായാലും നിന്നെ ഡിസൈനറായിട്ടൊന്നും എനിക്ക് നിയമിക്കാൻ പറ്റില്ല. അങ്ങനെ വെച്ചാൽ പിന്നെ കോടികളുടെ നഷ്ടമാണ് ഉണ്ടാകുന്നത്. നയനയുടെ അടുത്തെത്താൻ ആർക്കും സാധിക്കില്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് ദേവയാനി. അപ്പോൾ ഇത് കേട്ടിട്ട് അനാമിക പറയുന്നുണ്ട്, അയ്യോ വലിയമ്മ, എനിക്ക് ഡിസൈനറായിട്ടൊന്നും വേണ്ട. വേറെ എന്തൊക്കെ ജോലി ആ സ്ഥാപനത്തിൽ ഉണ്ടാകും, അതിലേതെങ്കിലും ഒരു ജോലി എനിക്ക് തന്നാൽ മതി. വേണമെങ്കിൽ മെയിനായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നോക്കി ഞാൻ അവിടെ നിന്നോളാം എന്നൊക്കെ പറയുകയാണ് അനാമിക. അപ്പോൾ ഇത് കേട്ടിട്ട് ദേവയാനി പറയുന്നുണ്ട്, നിനക്ക് അത്രയ്ക്ക് ആഗ്രഹമാണെങ്കിൽ നിനക്ക് ജോലിക്ക് പോയേ പറ്റുകയുള്ളൂ എന്നൊക്കെയാണെന്നുണ്ടെങ്കിൽ നിനക്ക് ഞാനൊരു ജോലി തരപ്പെടുത്തി തരാം. അവിടെ റിസപ്ഷനിസ്റ്റായിട്ടോ അല്ലെങ്കിൽ അവിടുത്തെ എന്തെങ്കിലും സ്റ്റാഫായിട്ടോ നിനക്ക് തൽക്കാലം അവിടെ നിൽക്കാം. അതിനുള്ളത് ഞാൻ ചെയ്തു തരാം എന്നൊക്കെ ഇങ്ങനെ ദേവയാനി പറയുകയാണ്. എന്നിട്ട് നീ എന്തെങ്കിലും കാര്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്ത് പഠിക്കുക, ഒരു ചിട്ടയായിട്ടുള്ള ജീവിതശൈലി നീ വരുത്ത്. എന്നാൽ പിന്നെ നിനക്ക് ഓഫീസിലോട്ട് അവിടെ റിസപ്ഷനിസ്റ്റായിട്ട് ഞാൻ ജോലി തരാമെന്നൊക്കെ ഇങ്ങനെ ദേവയാനി പറയുകയാണ്. ഇതും പറഞ്ഞ് ദേവയാനി അവിടെ നിന്ന് പോവുകയാണ്. പക്ഷേ ഇതൊക്കെ കേട്ടിട്ട് അനാമികയ്ക്കാണെങ്കിൽ ആകെ ദേഷ്യം കൊണ്ട് ഇരച്ച് കയറുകയാണ്. അങ്ങനെ പിന്നീട് ഇക്കാര്യം അമ്മയെ വിളിച്ച് പറയുന്നുണ്ട്. എന്നിട്ട് ആ സമയത്ത് അമ്മ പറയുന്നുണ്ട്, തൽക്കാലം നീ ഒന്നും പറയാൻ നിൽക്കണ്ട, എങ്ങനെയെങ്കിലും നീ ആ ഓഫീസിൽ പിടിച്ച് കയറി പറ്റാൻ നോക്ക്. പിന്നെ നിനക്ക് കൂടുതൽ മുകളിലോട്ടുള്ള സ്ഥാനത്തേക്ക് നിനക്ക് കയറി പറ്റാം. പിന്നെ ആ നയന എന്ന് പറയുന്നവളെ നിനക്ക് ആ ഡിസൈനർ സെക്ഷനിൽ നിന്നും താഴേക്ക് വലിച്ച് ഇറക്കാനും പറ്റും. അവൾക്ക് നല്ലൊരു മുട്ടൻ പണി കൊടുത്താൽ മതി എന്നൊക്കെ പറയുകയാണ് രേവതി. അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് അനാമികയ്ക്ക് ആണെങ്കിൽ അത് ശരിയാണല്ലോ അമ്മ പറഞ്ഞത്, അവൾക്ക് ഒന്നും നടന്നില്ലെങ്കിൽ അവൾക്കിട്ടൊരു പണി അവിടെ നിന്ന് കൊടുക്കണം, അത് ഓഫീസിൽ പോയാലേ കഴിയുകയുള്ളൂ. അതുകൊണ്ട് എന്നെക്കാളും താഴെ പഴയ അനന്തപുരിയിലെ വേലക്കാരിയാക്കി അവളെ ഞാൻ മാറ്റും എന്നൊക്കെ രീതിയിൽ ഇങ്ങനെ അനാമിക അമ്മയോട് പറയുകയാണ്. അങ്ങനെ പിന്നീട് അനാമിക ദേവയാനിയോട് ഇക്കാര്യം ചെന്ന് പറയുന്നുണ്ട്, എനിക്ക് ഏതായാലും ഓഫീസിൽ പോകണം, റിസപ്ഷനിസ്റ്റ് ആയാലും സ്റ്റാഫായാലും ഒന്നും കുഴപ്പമില്ല, ഞാൻ പോയിക്കോളാം വല്യമ്മ എന്നൊക്കെ പറയുകയാണ്. അങ്ങനെ ഇത് കേട്ടിട്ട് ദേവയാനി ഇക്കാര്യം ആദർശിനോട് അവതരിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇത് കേട്ടിട്ട് ആദർശ് ഞെട്ടിക്കൊണ്ട് ഇങ്ങനെ ദേവയാനിയോട് ചോദിക്കുന്നുണ്ട്, എന്താ അമ്മ പറഞ്ഞത്? അനാമിക ഓഫീസിലോട്ട് വരുന്നെന്നോ, അവൾക്ക് ജോലി കൊടുക്കണമെന്നോ? അതൊന്നും ശരിയായില്ല. ഇപ്പോൾ നല്ല രീതിയിൽ പോകുന്ന ഒരു സ്ഥാപനമാണ്, വീട്ടിലുള്ള അവസ്ഥ തന്നെ അമ്മയ്ക്ക് അറിയാവുന്നതല്ലേ, പിന്നെ എല്ലാം അറിഞ്ഞുകൊണ്ട് എന്തിനാണ് അവളെ ഓഫീസിലേക്ക് വരുത്തുന്നത്? അവിടെ ആകെ മുടിഞ്ഞു പോകത്തേ ഉള്ളൂ, ലാഭമുണ്ടെങ്കിൽ അത് നഷ്ടമാക്കി അവളെ എടുത്തോളും എന്നൊക്കെ ഇങ്ങനെ ആദർശ് പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് ദേവയാനി പറയുന്നുണ്ട്, തൽക്കാലം നീ അവൾക്കൊരു ജോലി കൊടുക്ക്, എന്തെങ്കിലും ഒരു പ്രശ്നം അവിടെ നീ കണ്ടാൽ നിനക്ക് ധൈര്യമായിട്ട് അവളെ ഡിസ്മിസ് ചെയ്യാലോ, അവിടെ നിന്ന് പുറത്താക്കാലോ, പിന്നെ അവൾക്ക് തിരിച്ച് കയറാൻ പറ്റില്ല, അതോടുകൂടെ അവളുടെ ജോലിയൊക്കെ തീർന്നോളും. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ഒരു തീരുമാനം എടുത്തത്. നീ ഏതായാലും അവളെ ഓഫീസിലേക്ക് അപ്പോയിൻമെൻറ്റ് ചെയ്യും മോനെ എന്നൊക്കെ ദേവയാനി പറയുന്നുണ്ട്. എന്നിട്ട് നയനയെ ഉപദ്രവിക്കുകയാണെങ്കിൽ നീ ഒന്നും നോക്കണ്ട, തക്കതായിട്ടുള്ള ശിക്ഷയും കൊടുത്തോണ്ടി അവളെ പുറത്താക്കിക്കോണ്ടി എന്നൊക്കെ ഇങ്ങനെ ദേവയാനി പറയുകയാണ്. അങ്ങനെ അനാമികയെ ഓഫീസിൽ അപ്പോയിൻമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനമെടുക്കുകയാണ്. ഈ വാർത്ത അറിഞ്ഞിട്ട് രേവതിയും വേണും അനന്തപുരിയിലോട്ട് വരുന്നുണ്ട്. എന്നിട്ട് അനാമികയെ കണ്ട് കെട്ടിപ്പിടിച്ചിട്ട് പറയുന്നുണ്ട്, ഏതായാലും മോൾ വിചാരിച്ചതുപോലെ തന്നെ കാര്യം സാധിച്ചല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ അനാമിക പറയുന്നുണ്ട്, ഞാൻ വിചാരിച്ച പോലെ അല്ലെങ്കിലും അവിടെ പിടിച്ചു കയറാൻ എനിക്ക് പറ്റിയെന്ന് പറയുന്നുണ്ട്. അങ്ങനെ പിന്നീട് അനാമിക അമ്മയും അച്ഛയും ഒക്കെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ക്ഷണിക്കുകയാണ്. അങ്ങനെ ടേബിളിൻ്റെ അടുത്ത് ഭക്ഷണത്തിനായിട്ട് അവർ ഇരിക്കുന്ന സമയത്താണ് നയന ഓഫീസൊക്കെ കഴിഞ്ഞിട്ട് അവിടേക്ക് വരുന്നത്. എന്നിട്ട് അനാമിക നയനയോട് പറയുന്നുണ്ട്, ദേ എൻ്റെ അച്ഛനും അമ്മയൊക്കെ വന്നിട്ടുണ്ട്, അവർക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ വിളമ്പി കൊടുക്കുക എന്നൊക്കെ പറയുന്ന സമയത്ത് ഞാൻ ആകെ ഓഫീസിൽ നിന്ന് ടയേർഡായിട്ട് വരികയാണ്, പിന്നെ നിൻ്റെ അച്ഛനും അമ്മയും അല്ലേ വന്നിരിക്കുന്നത്, അത് നീ തന്നെ കൈകാര്യം ചെയ്തിട്ട് നീ എടുത്തു കൊടുത്താൽ മതിയല്ലോ, ഞാൻ എന്തിനാണ് എടുത്ത് തരുന്നത്, എനിക്ക് വേറെ ജോലിയൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ എനിക്ക് തലവേദനയായിട്ട് വയ്യ എന്നൊക്കെ ഇങ്ങനെ മറുപടി കൊടുക്കുകയാണ് നയന. ഇത് കേട്ടുകൊണ്ടാണ് ദേവയാനി അവിടേക്ക് വരുന്നത്. എന്നിട്ട് ദേവയാനി പറയുന്നുണ്ട്, എന്തിനാണ് അവളോട് പറയുന്നത്, അവൾ ആകെ ക്ഷീണിച്ച് വരുന്നതാണ്, ഓഫീസിൽ വെറുതെ ഇരിക്കാനല്ല പോകുന്നത്, പിടിപ്പത് ജോലി അവിടെയുണ്ട്, അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞോ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് ദേവയാനി. അപ്പോൾ ഇത് കേട്ടിട്ട് രേവതി പറയുന്നുണ്ട്, വേണുവേട്ടന് കുറച്ച് ചിക്കൻ കറിയും ഇതൊക്കെ വേണം, ഇവിടെ വെച്ചത് കഴിഞ്ഞിട്ടുണ്ട്, അതൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക ദേവയാനി എന്നൊക്കെ പറയുകയാണ് രേവതി. എന്നിട്ട് പിടിച്ചു നിൽക്കാൻ രേവതി പറയുന്നുണ്ട്, അത് പിന്നെ വേണുവേട്ടന് ചിക്കൻ കറി ഒരുപാട് ഇഷ്ടം, അതുകൊണ്ടാണ് കേട്ടോ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അങ്ങനെ ദേവയാനി
കറി എടുക്കാനായിട്ട് കിച്ചണിലോട്ട് പോവുകയാണ്. ആ സമയത്ത് രേവതി പറയുന്നുണ്ട്, ദേ വേണുവേട്ടാ കണ്ടോ, അവൾ വലിയ വീട്ടിൽ വന്ന് രാജകുമാരിയായിട്ട് കഴിയുന്നവളാണ്. ഇപ്പോൾ ഞാൻ പറയുന്നത് കേട്ടിട്ട് എൻ്റെ വേലക്കാരിയെ പോലെ ഇവിടെ പണിയെടുക്കുന്നത് കണ്ടോ. ഇതുപോലെ നമുക്ക് ആ നയനയെയും വേലക്കാരിയാക്കണം. അമ്മായിയമ്മയും മരുമകളെ കൊണ്ട് വേലക്കാരിയാക്കി ഇവിടെ എല്ലാ ജോലികളും ചെയ്യിപ്പിച്ച് നമ്മുടെ മകളെ റാണിയാക്കി ഇവിടെ വാഴ്ത്തണം വേണുവേട്ടാ എന്നൊക്കെ ഇങ്ങനെ രേവതി വേണുവിനോട് പറയുകയാണ്. അങ്ങനെ ഇതൊക്കെ കേട്ടുകൊണ്ട് ദേവയാനി അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് ഇവരൊക്കെ മനസ്സിലിരിപ്പ് ഇതാണല്ലോ, എന്ത് ദുഷിച്ച കൂട്ടങ്ങളാണ്, വല്ലാത്ത മനസ്സ് തന്നെയാണ്, വെറുതെ അല്ല മോളും ഇങ്ങനെ അഹങ്കാരം കാണിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുകയാണ് ദേവയാനി. എന്നിട്ട് നിനക്കെന്നെ വേലക്കാരിയാക്കണമല്ലേടി, നിന്നെ ഞാൻ കാണിച്ചു തരാം എന്നൊക്കെ ചിന്തിച്ചിട്ട് ദേവയാനി അവരുടെ അടുത്തോട്ട് പോവുകയാണ്. അങ്ങനെ രേവതി പറയുന്നുണ്ട്, ദേ വേണുവേട്ടന് ഒഴിച്ചു കൊടുക്കുക എന്നൊക്കെ പറയുകയാണ്. എന്നിട്ട് രേവതിക്ക് ഒഴിച്ചു കൊടുക്കാനും വേണു പറയുന്നുണ്ട്. ആ സമയത്ത് ദേവയാനി രേവതിയുടെ കയ്യിലേക്ക് ഈ ചൂടുള്ള കറി അങ്ങ് ഒഴിക്കുകയാണ്. ആ സമയത്ത് രേവതി കൈ പൊള്ളിയിട്ട് അവിടുന്ന് കരഞ്ഞുകൊണ്ട് എഴുന്നേറ്റ് കൈ കഴുകാൻ വേണ്ടി പോവുകയാണ്. ആ സമയത്ത് അനാമിക വന്നിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ എന്താ വല്യമ്മ കാണിച്ചത്, നിങ്ങളെന്താ എൻ്റെ അമ്മയുടെ കയ്യിൽ ചൂടുള്ള കറി ഒഴിക്കുകയായിരുന്നോ, നിങ്ങളെന്താ മനഃപൂർവ്വം ചെയ്തതാണോ, ഇങ്ങനെയാണോ വിരുന്നുകാരെ ട്രീറ്റ് ചെയ്യേണ്ടത് എന്നൊക്കെ ഇങ്ങനെ അനാമിക ചൂടാവുകയാണ്. അപ്പോൾ ദേവയാനി പറയുന്നുണ്ട്, അയ്യോ അനാമിക, ഞാൻ അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല, ഞാൻ പ്ലേറ്റിലോട്ട് തന്നെയാണ് ഒഴിച്ചത്, ആ സമയത്ത് കയ്യിൽ ആവുകയായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ദേവയാനി രേവതിയുടെ അടുത്ത് ചെന്നിട്ട് ഒരുപാട് പൊള്ളിയോ വേദനിക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ രേവതി പറയുന്നുണ്ട്, പിന്നെ തിളച്ച കറി കയ്യിലോട്ട് ഒഴിച്ചാൽ സുഖമാണോ ഉണ്ടാവുക, പൊള്ളിയാൽ വേദനിക്കുകയല്ലേ ചെയ്യുക, നിങ്ങളെന്താ മനഃപൂർവ്വം ചെയ്തതാണോ എന്നൊക്കെ രേവതി ചോദിക്കുന്നുണ്ട്. അങ്ങനെ പിന്നീട് വേണുവേട്ടനോട്, വാ വേണുവേട്ടാ നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം, എനിക്ക് ഈ കൈക്കൊണ്ട് ഇനി ഭക്ഷണമൊന്നും കഴിക്കാൻ കഴിയില്ല എന്നാണ് തോന്നുന്നത്, അത്രയ്ക്കും വേദനിക്കുന്നുണ്ട്, പൊള്ളി വരുന്നുണ്ട്, നമുക്ക് ഹോസ്പിറ്റലിൽ പോയി കാണിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് രേവതി വേണുവിനെയും കൂട്ടി അവിടെ നിന്ന് പോവുകയാണ്. ആ സമയത്ത് നമ്മുടെ രേവതിക്ക് നല്ലൊരു മുട്ടൻ പണി കൊടുത്തതിൻ്റെ സന്തോഷത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ് ദേവയാനി. അങ്ങനെ അനാമിക പറയുന്നുണ്ട്, പാവം എൻ്റെ അമ്മ ഒരുപാട് കൈ പൊള്ളിയിട്ടുണ്ട്, ഇനി ഭക്ഷണമൊന്നും മര്യാദയ്ക്ക് ഒറ്റയ്ക്ക് കഴിക്കാൻ കഴിയില്ല എന്നാണ് തോന്നുന്നത് എന്നൊക്കെ ഇങ്ങനെ അനാമിക പറയുന്നുണ്ട്.